ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പോസ്റ്റ് മെത്തേഡ് ക്ലയൻറ്റ് സൈഡിൽ നിന്ന്, അതായത് റിയാക്റ്റിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് സെൻഡ് ചെയ്യാൻ നോക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് പോസിബിളായിട്ട് വരുത്താൻ ചാൻസ് ഉള്ള എററും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാനൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്, ബാക്ക് എൻഡ് എന്ന് പറഞ്ഞ്. ബിക്കോസ് നമ്മളുടെ Nodejsൻ്റെ ഫയൽസും ഫോൾഡേഴ്സും എല്ലാം പരന്ന് കിടക്കുകയാണ്. സോ നമുക്കതിനെല്ലാം കൂടെ ബാക്ക് എൻഡ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് മാറ്റാം. സോ അതിനകത്ത് നിന്ന് റീഡ്മിയും ഗിറ്റ് ഇഗ്നോറും ഫ്രണ്ട് എൻഡും ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. സോ നമ്മൾ ഗിറ്റാബിനെ കുറിച്ച് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് ഈ ഫയൽസൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും സെപ്പറേറ്റ് ഫോൾഡറായിട്ട് കറക്റ്റായിട്ട് സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്, നമ്മുടെ app.jsനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ്. സോ CD ബാക്ക് എൻഡ്, എന്നിട്ട് നമുക്ക് നോഡ്മോൺ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ അത് പ്രോപ്പറായിട്ട് റൺ ആവുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് എൻഡിൽ SRCക്കകത്ത് app.jsനകത്ത് നമുക്ക് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗെറ്റ് മെത്തേഡിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതിനായിട്ട് SRCക്കകത്ത് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, കമ്പോണൻസ്. എന്നിട്ട് അതിനകത്തൊരു പുതിയ ഫയൽ ഗെറ്റ് മെത്തേഡ് എന്നാണ് കൊടുക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പോസ്റ്റ് മെത്തേഡിലായതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഇത് നമ്മൾ മുന്നേ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്, ഈ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത്. സോ ജസ്റ്റ് ഞാനതൊന്ന് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത് പോവുകയാണ്. ഇതിൻ്റെ ഗിറ്റ്ഹബ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ആ ഫയൽ അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഗെറ്റ് മെത്തേഡ് മോഡുലറൈസ് ആയിട്ടുണ്ട്, ഒരു സെപ്പറേറ്റ് ഫയലായിട്ടുണ്ട്. സോ നമ്മൾക്ക് ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പോസ്റ്റ് മെത്തേഡിനെ ഫോക്കസ് ചെയ്യാം. അതിനായിട്ട് ബ്രേക്ക് ടാഗ് ഞാൻ താഴെ ഇട്ടിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് പോസ്റ്റ് മെത്തേഡ്.js എന്ന് കൊടുക്കുന്നത്, നിങ്ങൾക്ക് മീനിങ് ആയിട്ട് തോന്നുന്ന എന്ത് പേരും കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ RAFCE എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ആരോ ഫംഗ്ഷൻ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം, ക്ലിയർ ചെയ്ത് താഴേക്കിടാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് axios ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് axios ഫ്രം axios. ഓക്കെ, axios ലൈബ്രറി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവണം. കമാൻഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റേറ്റ് വേരിയബിൾ വേണം. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റാസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് വേരിയബിൾ. സോ റിയാക്റ്റിൻ്റെ കൂടെ കേളി ബ്രേസസിനകത്ത് യൂസ് സ്റ്റേറ്റ്, നമ്മളിവിടെ യൂസ് സ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്യാം. കോൺസ്റ്റ് ബ്രാക്കറ്റിനകത്ത് ഇൻപുട്ട് വാല്യൂ അല്ലെങ്കിൽ ന്യൂ ഡാറ്റ എന്ന് കൊടുക്കാം. സെറ്റ് ന്യൂ ഡാറ്റ ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ്, എന്നിട്ട് ബ്രാക്കറ്റിൽ ഒരു എംപ്റ്റി സ്ട്രിങ്. സോ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ഒരു സ്ട്രിങ് അല്ലേ നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ data.jsനകത്ത് ബാക്ക് എൻഡിൽ data.jsനകത്ത് ഇവിടെ നമുക്ക് കാണാം ഒരു സ്ട്രിങ് ആണ് അതിൻ്റെ വാല്യൂസ്. സോ ഇത് പാസ് ചെയ്യാനായിട്ട് ഒരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് പോസ്റ്റ് ഡാറ്റാസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഈക്വൽ ടു, ഇവിടെ ഒരു ആരോ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനകത്ത് axios ലൈബ്രറി യൂസ് ചെയ്യാം. അതിനായിട്ട് കോൺസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു നമ്മുടെ axios പാസ് ചെയ്ത് കൊടുക്കാം. axios.post, പോസ്റ്റ് മെത്തേഡല്ല യൂസ് ചെയ്യുന്നത്. ബ്രാക്കറ്റിനകത്ത് നമ്മുടെ URL പാസ് ചെയ്ത് കൊടുക്കാം. പിന്നെ പേലോഡ്, അതായത് നമ്മൾ ഏത് ഡാറ്റയാണ് ബാക്ക് എൻഡിലേക്ക് സെൻഡ് ചെയ്യുന്നുള്ളത്. അതിന് മുമ്പ് നമ്മൾ ഈ മെത്തേഡ് നമുക്ക് അസിങ്ക് അവൈറ്റ് ആക്കാം. അസിങ്ക്, ഇവിടെ താഴെ അവൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് എൻഡിലേക്കുള്ള ബോഡി പാസ് ചെയ്യാനായിട്ട് കോൺസ്റ്റ് ന്യൂ ഡാറ്റ, അല്ലെങ്കിൽ ന്യൂ ഡാറ്റ വേണ്ട, നമുക്ക് നെയിം എന്ന് കൊടുക്കാം. ഈക്വൽ ടു ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബാക്ക് എൻഡിലേക്ക് ഈ ന്യൂ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കണ്ടേ, ന്യൂ ഡാറ്റയിൽ വരുന്ന സ്ട്രിങ്ങിന്. അതിനായിട്ട് ഒബ്ജക്റ്റായിട്ട്, അത് കേളി ബ്രേസസിനകത്ത് ഫസ്റ്റ് നമ്മളുടെ നെയിം, പിന്നെ അതിൻ്റെ വാല്യൂ. സോ സ്ട്രിങ് വാല്യൂ ആണ്, പക്ഷെ നമുക്ക് അവിടെ ന്യൂ ഡാറ്റ ഈ സ്റ്റേറ്റ് വേരിയബിൾ പാസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ ചെറുതായിട്ട് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ലിങ്ക് ഇവിടുന്ന് പാസ് ചെയ്യാണ്. ബാക്ക് എൻഡ് 3200 ആണ്. നമുക്ക് സ്ട്രിങ്ങിനകത്ത് പാസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കോമ ഇട്ടിട്ട് ഈ നെയിം ഇങ്ങോട്ട് പാസ് ചെയ്യാം, ഈ പേലോഡ്. നമ്മൾക്ക് ഈ നെയിം മാറ്റിയിട്ട് ഒബ്ജക്റ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, സോ ബാക്ക് എൻഡിൻ്റെ URLഉം പിന്നെ പേലോഡുമാണ് പോസ്റ്റ് മെത്തേഡിൽ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ന്യൂ ഡാറ്റ റിമൂവ് ചെയ്തിട്ട് മാനുവലായിട്ട് ഒരു സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കാം. ടെസ്റ്റിംഗ് ഫ്രം റിയാക്റ്റ് എന്ന് കൊടുക്കാം. ബിക്കോസ് നമുക്ക് ഇതൊരു സ്ട്രിങ് വാല്യൂ അല്ലേ പാസ് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമോ എന്നുള്ളത് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഈ ഫംഗ്ഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം.
സോ ഇത് കോപ്പി ചെയ്തിട്ട് ഈ JSXൻ്റെ അവിടെ ബട്ടൺ പാസ് ചെയ്ത് കൊടുക്കാം, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. എന്നിട്ട് ഓൺ ക്ലിക്ക് ഇവൻറ്റിൽ ഇത് പാസ് ചെയ്ത് കൊടുക്കാം. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അത് റൺ ആവണം. ഇനി നമ്മളത് ഇമ്പോർട്ട് ചെയ്യണം app.jsനകത്ത്. ഈ ബ്രേക്ക് ടാഗിൻ്റെ താഴെയായിട്ട് പോസ്റ്റ് മെത്തേഡ്. ഓക്കെ, സോ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് data.json ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിനകത്തുള്ള വാല്യൂസ്. സോ ടെസ്റ്റിംഗ് ഫ്രം റിയാക്ട് ഇതിനകത്തില്ല. ഇനി ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾക്കൊരു എററാണ് കാണുന്നത്, 404ൻ്റെ മീനിങ് ആ ഒരു ലിങ്ക് അല്ലെങ്കിൽ ആ ഒരു എൻഡ് പോയിൻ്റ് ഇല്ലെന്നാണ് കാണിക്കുന്നത്. സോ നമ്മൾക്കിതൊന്ന് ഡീബഗ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പോസ്റ്റ് മെത്തേഡിനകത്ത് ഈ റെസ്പോൺസിന് ഞാൻ കൺസോൾ ചെയ്യാൻ പോവാണ്. സോ ഈ റെസ്പോൺസ് ഈ ലൈനിൻ്റെ താഴെയായിട്ട് console.log response.data, റെസ്പോൺസ് എന്ന് വരുന്ന ഡാറ്റ നമ്മൾ കൺസോൾ ചെയ്ത് നോക്കാം എന്താണ് വരുന്നതെന്ന് കാണാം. ഒന്ന് റിഫ്രഷ് ചെയ്ത് ഇൻസ്പെക്റ്റ് ഓൺ ആക്കിയിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ലിങ്കിൻ്റെ പ്രശ്നമാണ്. സോ നമ്മൾ ഫ്രണ്ട് എൻഡ് ലിങ്കാണ് അവിടെ പാസ് ചെയ്തിരിക്കുന്നത്, ബാക്ക് എൻഡിലെ പോർട്ട് 3200 ആണ്. ഓക്കെ, ഇത് പ്രോപ്പറായിട്ട് പാസ്സായിട്ടുണ്ട്. ഇനി വർക്കാവണം. ക്ലിക്ക് ചെയ്ത് നോക്കാം. റെസ്പോൺസ് ഡാറ്റ കറക്റ്റായിട്ട് ഡൺ എന്ന് വരുന്നുണ്ട്, ബാക്ക് എൻഡിൽ നിന്ന് വരുന്നത്. സോ data.jsനും അപ്ഡേറ്റ് ആയിട്ടുണ്ട് കാണാം. ടെസ്റ്റിംഗ് ഫ്രം റിയാക്ട് പ്രോപ്പറായിട്ടത് പോസ്റ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഈ കീനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതായത് ഇത് ക്ലോസ് ചെയ്യാം. നമ്മളുടെ പോസ്റ്റ് മെത്തേഡിനകത്ത് നമ്മൾ നെയിം പാസ് ചെയ്യുന്നതിൻ്റെ പകരം ടെസ്റ്റർ ഒന്ന് പാസ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ വാല്യൂം ചേഞ്ച് ചെയ്യാം. ടെസ്റ്റിംഗ് ന്യൂ എന്ന് കൊടുക്കാം. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് അപ്ഡേറ്റ് ആവുന്നുണ്ട്. ബാക്ക് എൻഡിൽ പോയി data.jsനകത്ത് ഫോർമാറ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റിംഗ് ന്യൂ കീ ടെസ്റ്ററായിട്ട് വരുന്നുണ്ട്. സോ പ്രോപ്പറായിട്ട് നമുക്ക് പാസ് ചെയ്യാനുള്ള കാര്യം മനസ്സിലായി. ഇനി ഇതിന് നെയിം തന്നെ കൊടുക്കാം. എന്നിട്ട് ഈ വാല്യൂവിനെ നമുക്ക് ന്യൂ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ചെയ്യണതനുസരിച്ച് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇൻപുട്ട് ടാഗ് പാസ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ ടൈപ്പ് ടെക്സ്റ്റ്, പിന്നെ വാല്യൂ നമ്മൾ ന്യൂ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓൺ ചേഞ്ച്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓൺ ചേഞ്ച് ഇവൻറ്റ്, അതിൽ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണം പുതിയതായിട്ട് ഓൺ ചേഞ്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. സോ കോൺസ്റ്റ് ഹാൻഡിൽ ഇൻപുട്ട് ചേഞ്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. പ്രോപ്പറായിട്ട് ക്യാമൽ കേസിങ്ങിൽ കൊടുക്കാം. ഈക്വൽ ടു ആരോ ഫങ്ഷൻ പാസ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇവൻറ്റ് കോൾ ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ ഇവൻറ്റ് ഹാൻഡലേഴ്സിൽ നിന്ന് ഇവൻറ്റ് ഇങ്ങോട്ട് പാസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ആണ് എടുക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഈ ഓൺ ചേഞ്ചിനകത്ത് ഈ ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സെറ്റ് ന്യൂ ഡാറ്റ ഇങ്ങോട്ട് പാസ് ചെയ്തിട്ട് അതിനകത്ത് ഇവൻറ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് അത് ചേഞ്ച് ആവുമ്പം ഈ ഫംഗ്ഷൻ ട്രിഗർ ആവും, ആ വാല്യൂം ചേഞ്ച് ആവും. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതെല്ലാം റിമൂവ് ചെയ്ത് ന്യൂ ഡാറ്റ എന്നുള്ള സ്റ്റേറ്റ് വേരിയബിൾ ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ എപ്പോൾ ഇൻപുട്ടിന് ചേഞ്ച് ചെയ്തിട്ട് സെൻഡ് ചെയ്യുമ്പോഴും പുതിയ വാല്യൂ ബാക്ക് എൻഡിലേക്ക് പാസ്സാവും. നമ്മൾക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പുതിയ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇത് ചേഞ്ച് ചെയ്ത് ഹലോ വേൾഡ് ഒന്ന് കൊടുത്തിട്ട് ഒരു 3-4 വട്ടം സെൻഡ് ചെയ്യാണ്. നമുക്കിത് പ്രോപ്പറായിട്ട് റൺ ആവാൻ നോക്കാം. data.jsനകത്ത് ഫോർമാറ്റ് ചെയ്ത് നോക്കാം. അത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആവുന്നുണ്ട്. സോ നമ്മൾ ഓരോ ക്ലിക്കിലും ഇവിടെ അത് പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇങ്ങനെയാണ് ക്ലയൻറ്റ് സൈഡിൽ നിന്ന്, അതായത് റിയാക്റ്റിൻ്റെ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ തൽക്കാലം JSON ഫയലിലേക്കാണ് ഡാറ്റ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി MongoDB അതുപോലെ റിലേഷണൽ ഡാറ്റാബേസ് ഇതൊക്കെ എങ്ങനെ ഡാറ്റാസ് നമുക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് പിന്നീടുള്ള വീഡിയോസിൽ നമുക്ക് നോക്കാം. സോ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.